بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, തിരക്കിട്ട പ്രവാസ ജീവിതത്തിൽ ഒരു ഒഴിവു ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ ജോലി തിരക്കിൽ നിന്ന് മാറി വിശ്രമ സമയത്ത് പടച്ച റബ്ബിൻ്റെ ദീനിൻ്റെ അറിവുകൾ പഠിക്കാനും പഠിപ്പിക്കുന്നതിനും വേണ്ടി ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ നമുക്കോരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇക്കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി വാട്സപ്പ്, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചു കൊണ്ടിരുന്ന 1-2 വാർത്തകൾ പലപ്പോഴും മനസ്സിനെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ചു പോയിരുന്നതാണത്. നിങ്ങളൊക്കെ കേട്ടും അറിഞ്ഞതുമാണെങ്കിലും വിഷയത്തിൻ്റെ ഭാഗമെന്നോണം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് ദേശക്കാരനാണെന്നോ ഏത് നാട്ടുകാരനാണെന്നോ തിരിച്ചറിയാൻ പറ്റാതെ ആശുപത്രിയിൽ അപകടത്തിന് വിധേയനായി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സുഹൃത്തിൻ്റെ ഫോട്ടോ അടക്കമുള്ള മെസ്സേജുകൾ പലപ്പോഴും നമ്മുടെ ഫോണിലേക്ക് വന്നിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള വാണിയന്നൂർ എന്ന പ്രദേശത്തുള്ള സമീർ എന്ന 27 വയസ്സുകാരൻ്റെ
കഴിഞ്ഞ ഒരു മാസമായി ആ സഹോദരനെ കാണാനില്ല എന്ന രൂപത്തിലുള്ള വാർത്തയും നമ്മളൊക്കെ വായിച്ചു കാണും. മാധ്യമങ്ങളിൽ പോലും അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇത് സൂചിപ്പിച്ചതെന്ന് പറയുമ്പോൾ, ഈ പറഞ്ഞ രണ്ടാളുകളും വളരെ ചെറുപ്രായത്തിലുള്ള യുവസുഹൃത്തുക്കളായിരുന്നു. നമ്മുടെയൊക്കെ പോലെ വലിയ പ്രതീക്ഷകളും വലിയ ആഗ്രഹങ്ങളുമായി ആകാശത്തേരിലേറി ഈ പ്രവാസ മണ്ണിലേക്ക് വന്നവരാണവരും. അവർക്കുമുണ്ട് ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങൾക്ക് പിറകെ പോകുന്ന യാത്രകൾക്കിടയിലാണ് അവർക്ക് ഈ രൂപത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കും അത്തരത്തിലുള്ള ധാരാളം അനുഭവങ്ങളും ധാരാളം ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ മനസ്സുകളിലുണ്ട്. ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ, ഓരോരുത്തരോടും ഇടപഴകുമ്പോൾ നീണ്ട 20-25 വർഷത്തെ പ്രവാസ ജീവിതത്തിൻ്റെ കഥകളാണ് പലർക്കും പങ്കുവെക്കാനുള്ളത്. കുടുംബജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ടുപോയ ദിവസങ്ങളെക്കുറിച്ചും വർഷങ്ങളെക്കുറിച്ചുമാണ് പലർക്കും പങ്കുവെക്കാനുള്ള സങ്കടങ്ങൾ. പ്രിയപ്പെട്ടവരെ, നാളെ എന്ന ചിന്തയുള്ളത് ഒന്നുകൊണ്ട് മാത്രമാണ് ഏത് രൂപത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് നമ്മുടെ ജന്മനാട് വിട്ടുകൊണ്ട്, ജന്മവീട് വിട്ടുകൊണ്ട്, ഉറ്റവരെ വിട്ടുകൊണ്ട്, ഉടയവരെ വിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവാസ ജീവിതം നയിക്കാൻ പലപ്പോഴും നമുക്കൊക്കെ പ്രചോദനമായി കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എപ്പോഴും നമ്മുടെ നാടുകളാണ്. പലപ്പോഴും നമ്മളിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കേറ്റവും വേണ്ടപ്പെട്ട പലരും ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറഞ്ഞു പോകുമ്പോൾ അവസാനമായി അവരുടെ മുഖം ഒരു നോക്കുപോലും കാണാൻ കഴിയാതെ, അവർക്ക് വേണ്ടി ഇഹലോകത്ത് വെച്ച് നമുക്ക് അവസാനമായി ചെയ്യാൻ കഴിയുന്ന മയ്യത്ത് നമസ്കാരത്തിൽ പോലും പങ്കുകൊള്ളാൻ കഴിയാതെ വല്ലാതെ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും നമ്മളൊക്കെയും അനുഭവിക്കാറുണ്ട്. നമ്മുടെയൊക്കെ കൈകളിലുള്ള ഇഖാമ എന്ന റെസിഡൻഷ്യൽ കാർഡിൻ്റെ പരിധി കഴിഞ്ഞാൽ, അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞാൽ, നമ്മുടെ വിസയുടെ കാലാവധി കഴിഞ്ഞാൽ, ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഇനി നിന്റെ സേവനം ആവശ്യമില്ല, നീ നിന്റെ നാട്ടിലേക്ക് പോയിക്കൊള്ളുക എന്ന് ഒരു ഓർഡർ വന്നാൽ തിരിച്ചു പോകേണ്ടവരാ നമ്മളൊക്കെയും. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നടപടി വരുന്നതിന് മുമ്പ് പരമാവധി നമ്മുടെ ജീവിതത്തെ ഒരു കരയിലേക്ക് എത്തിക്കുക, ഒരു അറ്റത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അഥവാ നാളെ എന്ന ഒരു സ്വപ്നം. നമുക്കിടയിൽ തന്നെ ഈ പ്രവാസ ജീവിതം നയിക്കുമ്പോൾ ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്. കിട്ടുന്ന ശമ്പളവും അത്തരത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങളും ഇവിടെ തന്നെ ദൂർത്തടിച്ച് കളയുന്ന ആളുകളെ, അവരെ സംബന്ധിച്ചിടത്തോളം നാളെ എന്ന പ്രതീക്ഷകളില്ല. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമുക്കൊരു നാളെയുണ്ട്. നമ്മുടെയൊക്കെ മനസ്സുകളിൽ ചില സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ അഹങ്കരിക്കുകയാണ്. എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്, എൻ്റെ ശരീരം കൊണ്ട് ഞാൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇതെന്നൊക്കെ പലപ്പോഴും നമ്മൾ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ എന്തിനാ ആദ്യത്തിൽ ഞാൻ 2 സംഭവങ്ങൾ സൂചിപ്പിച്ചത്? നമ്മൾ ആലോചിച്ചു നോക്ക്. 27 വയസ്സുകാരനായ സമീർ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്ന് വീട്ടുകാരെ വിട്ട്, കുടുംബത്തെ വിട്ട്, നാട് വിട്ടുകൊണ്ട് സൗദി അറേബ്യയുടെ മണ്ണിലേക്ക് വിമാനം കയറുമ്പോൾ എത്ര വലിയ സ്വപ്നങ്ങളോടുകൂടിയാ കയറി വരുന്നത്. പക്ഷേ മനസ്സിൻ്റെ മനോനില ഒന്ന് തെറ്റിപ്പോയപ്പോഴേക്ക് എത്ര വലിയ പ്രയാസങ്ങൾ ആ സഹോദരനും കുടുംബത്തിനും വന്നു ഭവിച്ചു എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മളെത്ര നിസ്സായരാ, എത്ര ചെറുതാ നമ്മൾ. ഏതൊരു പ്രവാസിയുടെയും ഒരു വലിയ ആഗ്രഹമാണ് ജന്മനാട്ടിലൊരു ഭവനമുണ്ടാവുക എന്നുള്ളത്. വർഷങ്ങളോളം ചോര നീരാക്കി അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് പോലും പിശുക്ക് കാണിച്ചുകൊണ്ട് നാട്ടിലേക്ക് പണമയച്ച് അധ്വാനിച്ചുണ്ടാക്കിയ ആ വീട്ടിലേക്കൊന്ന് കയറാൻ, കുടുംബത്തോടൊപ്പം ആ വീട്ടിലൊന്ന് താമസിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ പരിശുദ്ധ റമദാനിൽ നാട്ടിലേക്ക് വന്നൊരു സഹോദരൻ
റമദാനിന്റെ ഒരു ദിവസം തൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നും നോമ്പ് തുറന്ന് തൻ്റെ 2 മക്കളിൽ ഇളയവളെ സഹോദരിയുടെ വീട്ടിൽ വിരുന്ന് പാർപ്പിച്ച് മൂത്ത കുട്ടിയെയും കൊണ്ട് ബൈക്കിൽ വരുമ്പോൾ ഒരു അപകടത്തിൽ മരണപ്പെട്ട സംഭവം ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്നതുമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വൈവാഹിക ജീവിതം എന്നത് ഏറ്റവും വലിയ സ്വപ്നമാണ്. പക്ഷേ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച അന്ന് തന്നെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ എത്ര സഹോദരങ്ങളെക്കുറിച്ച്, എത്ര സഹോദരിമാരെക്കുറിച്ച് നമുക്കറിയാം. ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയാവുക, മാതാവാവുക എന്നത് ഏറ്റവും വലിയ സ്വപ്നമാണ്. പക്ഷേ നീണ്ട 9 മാസത്തിലധികം ഗർഭം ചുമന്ന് പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ സഹിച്ച് അവസാനം ആശുപത്രിയിൽ നിന്ന് പ്രസവ വേദന വന്ന് ആശുപത്രിയിൽ പ്രസവിച്ച്, പക്ഷേ ആ കുഞ്ഞിനെ തനിച്ചാക്കി, ഭർത്താവിനെ തനിച്ചാക്കി വിട പറഞ്ഞു പോയ എത്ര സഹോദരിമാരെ കുറിച്ച് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ. അഹങ്കരിക്കാൻ എന്താ നമ്മുടെ പക്കലുള്ളത്? ഞാൻ എൻ്റെ പ്രവർത്തനം, എൻ്റെ കഴിവെന്ന രൂപത്തിൽ പ്രിയപ്പെട്ടവരെ അഹങ്കരിക്കാൻ എൻ്റെയും നിങ്ങളുടെയും കൈകളിൽ ഒന്നുമില്ലെന്ന് നമ്മൾ ആലോചിക്കണം. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതമാണ് നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കിടയിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുക എന്നത് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിൽ, നമുക്കിടയിൽ നിന്ന് ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോവുക എന്നത് പലപ്പോഴും ഒരിക്കലും മറക്കാത്ത ഓർമ്മകളായി നമ്മുടെ മനസ്സുകളിൽ നിലകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പിതാവിൻ്റെ മരണം, നമ്മുടെ ജീവനായിരുന്ന നമ്മുടെ മാതാവിൻ്റെ മരണം, ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ കൂട്ടുകാരൻ്റെ മരണം ഒരിക്കലും പലപ്പോഴും നമുക്ക് മറക്കാൻ കഴിയാറില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആയിട്ട് പോലും സ്വന്തം മരണത്തെക്കുറിച്ച് ഓർക്കാൻ നാളെ എന്ന പ്രതീക്ഷ വെച്ച് പ്രവാസ ലോകത്ത് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കെന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ഒരു രൂപത്തിൽ സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ വൈകിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അലസതയാ നമുക്ക്. എനിക്കിനിയും സമയമുണ്ടല്ലോ, 30 ആയിട്ടുള്ളൂ, 45 ആയിട്ടുള്ളൂ, 38 ആയിട്ടുള്ളൂ, ഇനിയും സമയമുണ്ടല്ലോ എൻ്റെ മുമ്പിൽ എന്നതാണ് പലപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുന്നത്. അമലുകളുടെ രംഗത്തേക്ക് കടന്നു വരാൻ നാളെ എന്ന സ്വപ്നത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പലപ്പോഴും പുറകോട്ടു പോകുന്നത് ഈ രൂപത്തിലുള്ള അലസതയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഏതു സമയത്തും നമ്മുടെ പിറകെ സന്തത സഹചാരിയായി മരണമുണ്ടെന്ന സത്യം നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, വജാഅത് സകറത്തുൽ മൗത്ത് ബിൽ ഹഖ് ذلك ما كنت منه تحيد. ഇത്ര മനോഹരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വജാഅത് സകറത്തുൽ മൗത്ത് ബിൽ ഹഖ്. മരണമെന്ന യാഥാർത്ഥ്യം അത് കടന്നു വരിക തന്നെ ചെയ്യും. ആർക്കാ നിഷേധിക്കാൻ കഴിയുക പ്രിയപ്പെട്ടവരെ? വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏത് മരണത്തെക്കുറിച്ച് പേടിച്ചാണോ നീ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഏത് മരണത്തെയാണോ നീ ഭയന്നുകൊണ്ടിരിക്കുന്നത്, ആ മരണം നിന്നെ തേടി വരിക തന്നെ ചെയ്യും. ആ മരണം നിന്നെ തേടി വരിക തന്നെ ചെയ്യും. പിന്നെ ലോകരക്ഷിതാവായ റബ്ബിലേക്കാണ് നിന്റെ മടക്കമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്.
ഇന്ന് എനിക്ക് 28 ആയിട്ടുള്ളൂ, എനിക്ക് 40, എനിക്ക് 30 ആയിട്ടുള്ളൂ എന്ന് അഹങ്കരിക്കുന്ന നമ്മൾ, എനിക്കിനിയും എൻ്റെ മരണത്തിലേക്ക് അടുക്കാൻ ധാരാളം സമയം എൻ്റെ മുമ്പിൽ ബാക്കിയുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന നമ്മൾ, എന്ന് പ്രതീക്ഷിക്കുന്ന നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ഞാനും നിങ്ങളും നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമായിരിക്കുന്ന 120 ദിവസം പ്രായമായിരിക്കുന്ന സമയത്ത് നമുക്ക് തീരുമാനിച്ചു വെച്ച ഒരു അജല്, ഒരു അവധിയുണ്ട്. ആ അവധിയിലേക്കാണ് നമ്മുടെ ഓരോ യാത്രകളും. ആ അവധിയിലേക്കാണ്, ആ സമയത്തിലേക്കും ആ സന്ദർഭത്തിലേക്കുമാണ് നമ്മുടെ ഓരോ പ്രയാണങ്ങളും, നമ്മുടെ ഓരോ കാൽവെപ്പുകളുമെന്ന് എപ്പോഴെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിൽ ആലോചിക്കാനും ചിന്തിക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മരണമെന്ന സത്യം നമ്മളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. പക്ഷേ എന്താ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ക്ലാസ് കേൾക്കുമ്പോൾ, ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഈ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേൾക്കുകയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വചനം കേൾക്കുമ്പോഴേക്ക് പിന്നെ നമ്മുടെ തല താന്നു. ഇനി എന്താ അദ്ദേഹം പറയുക എന്നത് എനിക്ക് ഓർക്കാൻ കഴിയും, അതെനിക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുമെന്ന രൂപത്തിൽ നമ്മുടെ തലകൾ താന്നു പോവുകയാണ്, നമ്മുടെ ശിരസ്സുകൾ താന്നു പോവുകയാണ്. ഇല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ രൂപത്തിലൊരു വിഷയത്തെയും നിസാരമായി കാണാൻ പാടില്ല. കാരണം ഇതൊരു സത്യമായി നമ്മളിലേക്ക് കടന്നു വരും. ഇത് നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമാകുമ്പോൾ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു അവധിയാണെങ്കിൽ ആ അവധിയിലേക്ക് ഏത് രൂപത്തിൽ നമ്മൾ എത്തുക തന്നെ ചെയ്യും. വർഷം 2003 ലോകം മുഴുവൻ ഉറ്റുനോക്കിയൊരു സംഭവം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ സംഭവം? 2003 ഇറാനിലെ 2 സഹോദരികളെ കുറിച്ചൊരു വാർത്ത. ലാദൻ എന്നും ലാലെ ബിജാനി എന്ന പേരുമുള്ള തല ഒട്ടിപ്പിടിച്ച 2 ഇരട്ടകൾ. നമ്മുടെ മനസ്സിലേക്ക് ആ സംഭവം കടന്നു വരുന്നുണ്ടാകണം. 29 വർഷം ഒരേ തലയും 2 ഉടലുകളുമായി അവർ ജീവിച്ചു. 29 വർഷം. ലാദനും ലാലെ ബിജാനിയും 29 വർഷം ഒരു തല ഒട്ടിച്ചേർന്ന ഒരു തലയും 2 ശരീരങ്ങളുമായിട്ട്. അവസാനം അവർക്കൊന്ന് വേർപിരിഞ്ഞ് 2 രൂപത്തിലായി 2 തലകളും 2 ഉടലുമായി കഴിയണമെന്ന് അവർക്ക് ആഗ്രഹം തോന്നി. അവര് പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾക്ക് വേർപിരിഞ്ഞ് ജീവിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരങ്ങൾ സ്പ്ലിറ്റാക്കണം. അവസാനം സിംഗപ്പൂരിലെ റാഫേൽ ഹോസ്പിറ്റലിൽ അവർ സഹായം തേടി. ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെട്ട 28 ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള 100 അംഗ മെഡിക്കൽ സംഘം ആ ഹോസ്പിറ്റലിന് ചുറ്റും ഇന്റർനാഷണൽ ലെവലിലുള്ള മുഴുവൻ മീഡിയ പ്രവർത്തകരും ചാനലുകളും നോക്കി നിൽക്കുന്നു. നീണ്ട 50 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ, ലോകത്തിന്റെ ചരിത്രത്തിൽ 1ാമതായി തുടങ്ങുന്ന ഓപ്പറേഷൻ. പ്രായപൂർത്തിയെത്തിയ ശേഷം, മുതിർന്നവരായ ശേഷം ഇരട്ടകളെ വേർപിരിക്കുക എന്ന ലോകത്തിലെ 1ാമത്തെ ഓപ്പറേഷൻ. ലോകം മുഴുവൻ ലാദന്റെയും ലാലെ ബിജാനിയുടെയും കൂടെയായിരുന്നു. മുഴുവൻ ആളുകളും പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, അല്ലെങ്കിൽ യേശുവേ, ദൈവമേ, അവരെ ജീവിതത്തിലേക്ക് നീ തിരിച്ചു കൊണ്ടുവരണേ എന്ന പ്രാർത്ഥന ലോകം മുഴുവൻ. കേരളത്തിന്റെ മണ്ണിൽ പോലും ഒട്ടുമിക്ക മാധ്യമങ്ങളും ചാനലുകളും അവർക്ക് വേണ്ടി ഫുൾ ടൈം ഷോകൾ വരെ, ലൈവ് ഷോകൾ വരെ ഇന്റർനാഷണൽ ലെവലിൽ സംഘടിപ്പിച്ചു. ലോകം മുഴുവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ ഖദറിൽ നിന്ന് ലോകം മുഴുവൻ 2 വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും അള്ളാഹുവിൻ്റെ ഖദറിൽ നിന്ന് മാറാൻ ആലോചിച്ചു നോക്കണം. 29 വർഷം അവർ ഒരുമിച്ച് 2 ഉടലും 1 തലയുമായി ജീവിച്ചു. അവരുടെ മരണത്തിലേക്ക് അവർ എത്തിയത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവർ സ്വയം എടുത്ത തീരുമാനം. ലോകം മുഴുവൻ സാക്ഷി, ആയിരക്കണക്കിന് 10,000-കണക്കിന് ക്യാമറകളും മീഡിയ ചാനലുകളും സാക്ഷി നിൽക്കുകയാണ്. 50 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ 9 മണിക്കൂർ നീണ്ടു നിന്നപ്പോഴേക്ക് ബ്ലീഡിങ്ങുമായി അവർ മരണപ്പെടുകയാണ്. തടയാൻ കഴിയില്ല റബ്ബിനെ വിധിയെ.
റബ്ബിന്റെ വിധിയിൽ നിന്ന് ഓടി ഒളിക്കാൻ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമുക്കറിയില്ല. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത് വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ ഓരോ വ്യക്തിയും ഓരോ ആത്മാവും എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഏത് ഭൂമിയിൽ വെച്ച് ഏത് രൂപത്തിലാണ് മരണം കടന്നു വരിക എന്നുള്ളത് ഒരു മനുഷ്യനും അറിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. മരണമെന്ന സത്യം നമ്മളിലേക്ക് കടന്നു വരും. ഏത് രൂപത്തിലാകാം. നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. സൂറത്തുൽ ഖിയാമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, കല്ലാ ഇദാ ബലഅതിത് തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കല്ലാ ഇദാ ബലഅതിത് തറാഖിയ വഖീല മൻ റാഖ്. റൂഹ് തൊണ്ടക്കുടിയിൽ എത്തുന്ന നേരം ആ സമയത്ത് ബോധ്യപ്പെടുകയാണ്. പക്ഷേ ഓരോ ആത്മാവും കൊതിക്കുകയാണ്, വഖീല മൻ റാഖ്, എന്നെ രക്ഷിക്കാൻ, എൻ്റെ ആത്മാവിനെ ഒന്ന് തിരിച്ചു കിട്ടാൻ ഏത് സൗകര്യങ്ങളും ഏത് സംവിധാനങ്ങളും എത്ര ലക്ഷക്കണക്കിന് രൂപയും നിങ്ങൾ ചെലവഴിച്ചോ, എനിക്ക് വേണ്ടത് എൻ്റെ ആത്മാവ് മാത്രമാണ്, എനിക്കെൻ്റെ റൂഹ് മാത്രം മതി. എൻ്റെ ഏത് സമ്പത്തും വിറ്റടിച്ചോ, ഈ ലോകത്ത് കിട്ടാനെന്ന ഏത് സംവിധാനങ്ങളും സൗകര്യങ്ങളും നിങ്ങൾ ചെലവഴിച്ചോ, എനിക്ക് വേണ്ടത് എൻ്റെ റൂഹുവാണ്. വഖീല മൻ റാഖ്, എന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ടെന്ന് ഓരോ ആത്മാക്കളും കൊതിക്കുന്ന സമയം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വദന്ന അന്നഹുൽ ഫിറാഖ്. പക്ഷേ ആ സമയത്ത് അവന് തന്നെ ബോധ്യപ്പെടുകയാണ്, ഇല്ല, എനിക്കിനി മടക്കമില്ല, എനിക്കിനി മടക്കമില്ല, ഇതെന്റെ അവസാനമാണെന്ന് ആ മനുഷ്യന് തന്നെ ബോധ്യപ്പെടുന്ന സമയം. വദന്ന അന്നഹുൽ ഫിറാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽതഫത്തിസ് സാഖു ബിസ്സാഖ്. കണങ്കാലും കൂടിപ്പിണയുന്ന സമയം. ഓരോ ബലിപെരുന്നാളുകൾ വരുമ്പോൾ എത്രയോ ബലിമൃഗങ്ങളെ നമ്മൾ അറുത്ത് തള്ളിയിടാറില്ലേ പ്രിയപ്പെട്ടവരെ? അല്ലേ? പശുവിനെ, പോത്തിനെ, ഒട്ടകത്തെ, ആടിനെ നമ്മൾ അറുക്കും. അറുത്തിട്ട് ആ ചോരയൊക്കെ പോയി അവസാനം ആ കാലിട്ടടിക്കുന്ന ഒരു രംഗമുണ്ട്. അല്ലാഹു നമ്മുടെ മരണത്തെക്കുറിച്ച് പറയുന്നു, കണങ്കാലും കൂടിപ്പണയുന്നൊരു സമയം. ബോധ്യപ്പെടുകയാണ്, ഇനി എനിക്ക് മടക്കമില്ല, ഇതെൻ്റെ അവസാനമാണെന്ന് ബോധ്യപ്പെടുന്നൊരു സമയത്തെക്കുറിച്ച്. ആ സമയത്താണ് നമ്മളത് അംഗീകരിക്കുക. അതുവരെയുള്ള സമയം നമ്മൾ ആലോചിക്കുന്നു, നമ്മൾ ചിന്തിക്കുന്നു, എൻ്റെ മുമ്പിൽ ഇനിയും എത്രയോ സമയമുണ്ട്, എത്രയോ സന്ദർഭമുണ്ട്. പക്ഷേ കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. എന്താ? തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, മുസ്ലിമായി കൊണ്ട് എന്നെ മരിപ്പിക്കണേ. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണേ എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ചകളിൽ ജുമയുടെ സമയത്ത് നമ്മൾ കേൾക്കാറില്ലേ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അർത്ഥം പറയൽ ആവശ്യമില്ലാത്ത വിധം എത്രയോ തവണ നമ്മുടെ കാതുകളിലൂടെ അലച്ച ആയത്തല്ലേ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമുകളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ. പ്രിയപ്പെട്ടവരെ, സദാസമയം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാ. പക്ഷേ ഇന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ അതിന് വിപരീതമായി പോവുകയാ. ഇന്ന് പലപ്പോഴും നമ്മൾ അഹങ്കാരികളായി തീരുകയാണ്. എന്നിട്ട് ദുനിയാവിനെ സ്നേഹിക്കുന്ന ആളുകളായി നമ്മൾ മാറുന്നു. പരലോകത്തെ നമ്മൾ മറന്നു പോകുന്നു. പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളിൽ കടന്നു വരുന്നത് എന്താ? യുഹിബ്ബൂന ദുനിയാ വയൻസൗനൽ ആഖിറ. നമ്മൾ ദുനിയാവിനെ ആഗ്രഹിക്കുന്നു,
ദുനിയാവിനെ നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്നു. അതിൻ്റെ പിറകെയാണ് നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും. അതിനു വേണ്ടിയാണ് നമ്മുടെ സമ്പത്ത് ചെലവിടുന്നത്, അതിനു വേണ്ടിയാണ് നമ്മുടെ ആരോഗ്യം ചെലവിടുന്നത്. പക്ഷേ വയൻസൗനൽ ആഖിറ, ആ ദുനിയാവിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ നമ്മുടെ പരലോകത്തെ മറന്നുപോകുന്നു. ഇനി മാത്രമല്ല, യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്, യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്. നമ്മൾ ഇഷ്ടപ്പെടുന്നത് സമ്പത്തിനെയാ, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഓരോ നിമിഷത്തെ പ്രവർത്തനങ്ങളും സമ്പത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ യുഹിബ്ബൂനൽ മാല, സമ്പത്തിനെ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. വയൻസൗനൽ ഹിസാബ്, ഹിസാബിനെ കുറിച്ച്, വിചാരണയെക്കുറിച്ച് നമ്മൾ മറന്നു കളയുന്നു. ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, യുഹിബ്ബൂനൽ മഖ്ലൂക വയൻസൗനൽ ഖാലിക. യുഹിബ്ബൂനൽ മഖ്ലൂക്, നമ്മൾ സൃഷ്ടികളെ ഇഷ്ടപ്പെടുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഭാര്യയെയാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളെയാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഉമ്മയെയും നമ്മുടെ ഉപ്പയെയുമാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ നാടിനെയാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ വാഹനത്തെയാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ വീടിനെയാണ്. പക്ഷേ ഭാര്യയെ ഇഷ്ടപ്പെടേണ്ട എന്നല്ല, മക്കളെ സ്നേഹിക്കണ്ട എന്നല്ല, ഉപ്പയോടും ഉമ്മയോടും കാരുണ്യം കാണിക്കണ്ട എന്നല്ല, വീട് വേണ്ട എന്നല്ല, വാഹനം വേണ്ട എന്നല്ല, മറിച്ച് അതേ സമയം ഉമ്മയെ സ്നേഹിക്കുന്നതോടൊപ്പം, ഉപ്പയെ സ്നേഹിക്കുന്നതോടൊപ്പം, ഭാര്യയുമായി ഇഷ്ടം പങ്കുവെക്കുന്നതോടൊപ്പം, മക്കളുമായി സല്ലപിക്കുന്നതോടൊപ്പം, അതേ സമയം നമ്മൾ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവെ മറന്നുപോകുന്നു. അതൊരിക്കലും പാടില്ല. ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, യുഹിബ്ബൂനൽ മഅസിയ വയൻസൗനത് തൗബത. നമ്മൾ ഇഷ്ടപ്പെടുന്നത് തെറ്റുകളെയാണ്, നന്മയെ നമ്മൾ ഇഷ്ടപ്പെടാറില്ല. ആരെങ്കിലും ഒരു നന്മ പറഞ്ഞാൽ, ആരെങ്കിലും നന്മയുടെ വഴിയിലേക്ക് ക്ഷണിച്ചാൽ, ആരെങ്കിലും നന്മയെക്കുറിച്ച് പറഞ്ഞു തന്നാൽ നമുക്കത് ഇഷ്ടമല്ല. നമ്മൾ ഇഷ്ടപ്പെടുന്നത് തെറ്റിനെയാണ്. എത്രയോ സത്യങ്ങൾ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, അത് സത്യമാണ്, അത് പ്രവാചകന്റെ ഹദീസുകളിൽ കടന്നു വന്ന കാര്യമാണ്, പ്രവാചകൻ വിരോധിച്ച കാര്യമാണ്, വിശുദ്ധ ഖുർആൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമാണെന്ന് നമുക്കറിയുന്ന എത്രയെത്ര സത്യങ്ങളാ പ്രിയപ്പെട്ടവരെ നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് തെറ്റിൻ്റെ വഴിയിൽ നമ്മൾ സഞ്ചരിക്കാറുള്ളത്. യുഹിബ്ബൂനൽ മഅസിയ വയൻസൗനത് തൗബ. എന്നിട്ട് നമ്മൾ തൗബയെ മറക്കുന്നു. നമ്മൾ തിന്മയെ ഇഷ്ടപ്പെടുകയും തൗബയെ മറന്നു കളയുകയും ചെയ്യുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറണം. എന്നിട്ട് നന്മയുടെ വഴിയിൽ നാളേക്ക് വേണ്ടി ഒരു മുന്നൊരുക്കം നടത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ, ഇതുപോലെയുള്ള പ്രവാചകന്റെ ദീനിന്റെ സദസ്സിൽ പ്രവാചകൻ സ്വഹാബികൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. ആ ഇടയ്ക്ക് പ്രവാചകൻ 4 ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സ്വഹാബികളോട്. എന്താ പ്രവാചകന്റെ ചോദ്യം? മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമാ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഹിമാ. ഇന്നേ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നോമ്പുകാരനായിട്ടുള്ളത്? ഇന്നേ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ നോമ്പുകാരനായിട്ടുള്ളത്? ആ സദസ്സിൽ നിന്നൊരു ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ ഇന്ന് നോമ്പുകാരനാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ചോദ്യം, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ജനാസയെ പിന്തുടർന്നവരാരാ ഉള്ളത്? സദസ്സിൽ നിന്ന് നേരത്തെ എഴുന്നേറ്റ അതേ ആള് തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാനുണ്ട്. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, ഫമൻ അത്ബഅ മിൻകുമുൽ യൗമൽ മിസ്കീൻ, ഇന്നത്തെ ദിവസം ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? വീണ്ടും അതേ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാനുണ്ട്. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീള, ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ രോഗിയെ സന്ദർശിച്ചവൻ ആരുണ്ട്?
വീണ്ടും അതേ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് ലോകത്തിന്റെ പ്രവാചകനോട് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാനുണ്ട്. 4 ചോദ്യങ്ങൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഇന്ന് നോമ്പുകാരൻ? നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ആരാണ് ജനാസയെ പിന്തുടർന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ആരാണ് പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയത്? നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? 4 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞത് ഒരേ വ്യക്തി. ആരായിരുന്നു പ്രിയപ്പെട്ടവരെ ആ വ്യക്തി? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഉത്തരം നൽകിയ വ്യക്തി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മാ ഇജ്തമഅന ഫി ഇംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ 4 കാര്യങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരുമിച്ച് വന്നാൽ അവന് സ്വർഗ്ഗം ഉറപ്പാ. അവന് സ്വർഗ്ഗം ഉറപ്പാ. നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, ആരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അബൂബക്കറും ഫിൽ ജന്ന എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവുകൊണ്ട് അത് പറയുന്നത് നേരിട്ട് കേൾക്കുവാനും അതുപോലെ അത് കണ്ടുകൊണ്ട് വിശ്വസിക്കാനും കഴിഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നന്മയുടെ വഴിയിൽ മുന്നേറുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് കഴിയുമോ? ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും കരയുന്നവരാ നമ്മൾ, അല്ലേ? സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും കരയുന്നവരാ നമ്മൾ. ജന്മനാട് വിട്ടുകൊണ്ട്, ഭാര്യയെ വിട്ടുകൊണ്ട്, മക്കളെ വിട്ടുകൊണ്ട്, വീട് വിട്ടുകൊണ്ട്, നാട് വിട്ടുകൊണ്ട് വിമാനം കയറി ഈ നാട്ടിലേക്ക് പോരുമ്പോൾ നമ്മളൊക്കെയും പലപ്പോഴും കൽവ് പരിച്ചെറിഞ്ഞുകൊണ്ടാ വിമാനം കയറാറുള്ളത്, കൽവ് പരിച്ചെറിഞ്ഞുകൊണ്ടാ വീടിൻ്റെ മുമ്പിൽ നിന്ന് വാഹനത്തിലേക്ക് കയറാറുള്ളത്. അപ്പോഴുള്ള വല്ലാത്തൊരു മാനസിക സ്ഥിതിയുണ്ട് പ്രിയപ്പെട്ടവരെ. സ്വാഭാവികമായും കരച്ചിൽ വന്നു പോകും. എത്ര പിടിച്ചു വെച്ചാലും കഴിയാത്തൊരു കരച്ചിലാ അത്, അല്ലേ? വേണ്ടപ്പെട്ടവര് വിട പറയുന്ന ഒരു സമയത്തുള്ള കരച്ചിലുണ്ട്. പ്രിയപ്പെട്ട ഉമ്മയുടെ മാതാവിൻ്റെ മയ്യത്ത്, പ്രിയപ്പെട്ട ഉപ്പയുടെ മയ്യത്തൊക്കെ കാണുമ്പോൾ, ഏറ്റവും വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോകുമ്പോൾ, അവിടെ മരണത്തെക്കുറിച്ചുള്ള വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീരരിച്ചു വരാറില്ലേ ദുഃഖത്തിൻ്റെ സമയത്ത്? അതുപോലെ തന്നെ വല്ലാത്ത സന്തോഷത്തിൻ്റെ സമയത്തും നമുക്ക് സന്തോഷത്തിൻ്റെ കണ്ണീരും ഉണ്ടാകാറുണ്ട്. പല സന്ദർഭങ്ങളിൽ നമ്മൾ കരയാറുണ്ട്. എങ്കിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തിന്റെ 2ാമത്തെ ഖലീഫയായി സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കെ ഒരിക്കൽ പ്രവാചകന്റെ മദീനത്തെ പള്ളിയുടെ ചാരത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ഇസ്ലാമിക ലോകത്തിന്റെ കിസ്റ കൈസറിനെ വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയുടെ ചാരിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂടെയുണ്ടായിരുന്ന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, എന്തിനാണ് അങ്ങ് കരയുന്നത്? അല്ല അമീറുൽ മുഅ്മിനീൻ, എന്തിനാ അങ്ങ് കരയുന്നത്? ഈ സമയത്ത് ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫ ഉമറും ഫിൽ ജന്ന എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവുകൊണ്ട് പറയുന്നത് കേട്ട ആ സ്വർഗ്ഗം ഉറപ്പായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ അബൂ മൂസ, അല്ലാഹു നമുക്കൊക്കെ സ്വർഗ്ഗം നൽകുമോ? അല്ലാഹു നമുക്കൊക്കെ സ്വർഗ്ഗം നൽകുമോ എന്ന ആശങ്കയാണ് എന്നെ കരയിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കണം. ഉമറും ഫിൽ ജന്ന ഇന്ന് പ്രവാചകന്റെ നാവുകൊണ്ട് കേട്ട സ്വഹാബി, ഇസ്ലാമിക ലോകത്തിന്റെ 2ാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, അല്ലാഹു നമ്മളൊക്കെ പരിഗണിക്കോ? അല്ലാഹു നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് എടുക്കോ? ആരായിരുന്നു ഉമർ? ആ ഉമറിന് മറ്റൊരു സൗഭാഗ്യവും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഏതാ സംഭവം? ലോകത്തിന്റെ പ്രവാചകൻ ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തിയ സംഭവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എൻ്റെ യാത്രയിൽ എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു. സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങൾ എനിക്ക് മലക്ക് ജിബ്രീൽ കാണിച്ചു തന്നു. ആ സ്വർഗത്തിലതാ ഒരു വലിയ മണിമേട ഞാൻ കാണുകയാണ്. വലിയ നല്ല ആഡംബര ചുംബിയായ ഒരു ചില്ലുകൊട്ടാരം ഞാൻ കാണുകയാ. ആര് കണ്ടാലും ഒന്ന് കേറിപ്പോകുമെന്ന് ആഗ്രഹിക്കും, ഒന്ന് കയറി കാണണമെന്ന്, അതിലൊന്ന് താമസിക്കണമെന്ന്, കണ്ടാൽ ആരും കൊതിച്ചു പോകുന്ന ഒരു കൊട്ടാരം, ഒരു ചില്ലു കൊട്ടാരം, പളുങ്കിന്റെ കൊട്ടാരം.
ഞാൻ ജിബിരിയിലോട് ചോദിച്ചു, അല്ലയോ ജിബിരിയിലെ, ആരുടേതാണ് ഈ കൊട്ടാരമെന്ന് ചോദിച്ചപ്പോൾ ജിബിരിൽ അലൈഹിസ്സലാം പറഞ്ഞു, അത് ഉമറിന് വേണ്ടിയുള്ളതാ, അത് ഉമറിന്റെ കൊട്ടാരമാണെന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഞാൻ ആ കൊട്ടാരത്തിലേക്കൊന്ന് കാലെടുത്ത് വെക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അത് ഉമറിന്റെ കൊട്ടാരമാണ്, ഉമറിന് വേണ്ടി റബ്ബ് തയ്യാറാക്കി വെച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാല് പുറകോട്ട് വലിച്ചു. ഞാൻ എൻ്റെ കാല് പുറകോട്ട് വലിച്ചെന്ന് പറയുമ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ച ആ ഭവനത്തിലേക്ക് അങ്ങ് കയറുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നോ, അതെനിക്ക് ഇഷ്ടപ്പെടില്ലെന്ന് അങ്ങ് പറയുന്നു എന്ന് ചോദിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കാലശേഷം, പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഇസ്ലാമിക ലോകത്തിന്റെ രണ്ടാമത്തെ ഖലീഫയായി സ്ഥാനം വഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ചോദിക്കുന്നത്, അള്ളാഹു നമ്മളൊക്കെ പരിഗണിക്കൂ, അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് എടുക്കൂ. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. ഇന്ന് പലപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ വരുന്ന ചിന്ത എന്താ അറിയോ, ഞാൻ 5 നേരം നിസ്കരിക്കാറുണ്ട്, എപ്പോഴെങ്കിലും എനിക്കൊക്കെ തോന്നുമ്പോൾ ഞാൻ വിശുദ്ധ ഖുർആൻ എടുത്തൊന്ന് പാരായണം ചെയ്യാറുണ്ട്, റമളാൻ വന്നാൽ എല്ലാ നോമ്പും ഞാൻ എടുക്കാറുണ്ട്, സൗദിയിലായതുകൊണ്ട് തന്നെ എപ്പോഴും പോയി ഉംറ ചെയ്യാറുണ്ട്, ഞാൻ ഹജ്ജും ചെയ്തിട്ടുണ്ട്, ഇനി ഞാനൊക്കെ സ്വർഗത്ത് പോയില്ലെങ്കിൽ ആരാ പോവുക? അല്ലേ? നമുക്കൊക്കെ നമ്മുടെ മനസ്സുകളിൽ പലപ്പോഴും വരാറുള്ള ചിന്തയാ, ഇനി ഞാനൊക്കെ സ്വർഗത്ത് പോയില്ലെങ്കിൽ പിന്നെ ആരാ പോവുക? നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആരാ പറയുന്നത് അള്ളാഹു നമ്മളെ പരിഗണിക്കുമോ എന്ന് ചോദിക്കുന്നത് ഇസ്ലാമിക ലോകത്തിൻ്റെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, നാളെ യാതൊരു തണലുമില്ലാതെ തലക്ക് തൊട്ടുമുകളിലായിക്കൊണ്ട് സൂര്യൻ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ മരുഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കറിയാം, ചൂടുകാലമായാൽ ചൂടുണ്ടാക്കുന്ന പ്രയാസങ്ങൾ എത്രയെന്ന്. സഹിക്കാൻ കഴിയാറില്ല പലപ്പോഴും നമുക്ക്. പക്ഷേ ആ സൂര്യൻ ഇന്ന് 40 ഡിഗ്രിയിലും 45 ഡിഗ്രിയിലും ചൂട് നമുക്ക് നൽകുന്ന ആ സൂര്യൻ തലക്ക് തൊട്ടുമുകളിൽ നിൽക്കുന്നൊരു ദിവസത്തെക്കുറിച്ച് അല്ലാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? ആ ദിവസം തണല് നൽകുന്ന ആളുകൾ അവരുടെ കർമ്മഫലങ്ങൾക്കനുസൃതമായിക്കൊണ്ട് മുട്ടുമുതലും നെരിയാണി വരെ കഴുത്ത് വരെ വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് തണല് കിട്ടുന്ന 7 വിഭാഗത്തെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആരായിരുന്നു ഒരു വിഭാഗം? അള്ളാഹുവിന്റെ ഇബാദത്തിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്തെടുത്തുകൊണ്ട് വളർന്ന ഒരു യുവാവ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, സഹോദരി സഹോദരങ്ങളെ, എപ്പോഴെങ്കിലും ആ രൂപത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, റജുലൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസ്ജിദ്. പള്ളിയുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന, എപ്പോഴും പള്ളികളിൽ ജമാഅത്തുകളിലും പള്ളിയുമായി ബന്ധപ്പെട്ട പരിപാടികളിലും പള്ളിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലൊക്കെ ബന്ധപ്പെടുന്ന ആളുകൾ, പള്ളിയുമായിട്ടൊരു അലാഖത്തുള്ള ആളുകൾ, അവർക്കും നാളെ അർശിന്റെ തണല് നൽകുമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഒന്ന്, ശാബുൻ നശഅ ഫി ഇബാദത്തില്ലാ, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അള്ളാഹുവിനെ ഇബാദത്തുകളിൽ മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു യുവാവ്. മറ്റൊന്ന് പറഞ്ഞത് പള്ളികളുമായി ഇടപഴകുന്ന ആളുകൾ, നമസ്കാരങ്ങളിലൊക്കെ കൃത്യത പുലർത്തുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നമസ്കാരം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമയം നിർണയിക്കപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ എന്താ നമ്മുടെയൊക്കെ നമസ്കാരങ്ങൾ? ഇന്ന് വ്യാഴാഴ്ചയാം, നാളെ വെള്ളി, സൗദി മുഴുവൻ നമുക്കൊക്കെ ലീവാണ്. എത്ര ആളുകൾ വെള്ളിയാഴ്ച ദിവസം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം പുണ്യമാക്കപ്പെട്ട ദിവസമാണ്, അല്ലേ? ഈദാണെന്നാ പറഞ്ഞത്. ഈ ഈദിന്റെ ദിവസം ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് നമ്മളിൽ എത്ര പേർക്ക് പ്രിയപ്പെട്ടവരെ ജുമുഅക്ക് എത്താൻ കഴിയാറുണ്ട്?
ഈ തണൽ നൽകുന്ന വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുമോ നമ്മൾ ആലോചിക്കണം. വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് ഓതുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രത്യേകം സുന്നത്താണ്. നമ്മളിൽ എത്ര ആളുകൾക്ക് അതിന് കഴിയാറുണ്ട് നമ്മൾ ആലോചിക്കണം. സാധാരണ പറയാറുള്ളത് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ പ്രവാസികൾക്ക് അലാറം വെക്കാണ്ട് കിടന്നുറങ്ങാനുള്ള ദിവസമാണെന്ന് അല്ലേ. മറ്റുള്ള ദിവസങ്ങളിൽ 7 മണിക്കും 5:30 മണിക്കും 6 മണിക്കും 8 മണിക്കും ഡ്യൂട്ടിക്ക് പോകേണ്ട നമ്മൾ അലാറം വെച്ചെഴുന്നേൽക്കും. വെള്ളിയാഴ്ച ദിവസം നമ്മളിൽ പലർക്കും സുബ്ഹി ജമാഅത്തില്ല. വെള്ളിയാഴ്ച ദിവസം നമ്മൾ പലപ്പോഴും ഇമാമ് ഖതീബ് മിമ്പറിൽ നിന്നിറങ്ങി തക്ബീർ കെട്ടിയ ശേഷം പലരും മുസല്ലകളുമായി പള്ളികളുടെ സമീപത്തേക്ക് കടന്നു വരുന്ന മുസ്ലിം ഉമ്മത്ത്. എന്തേ പ്രിയപ്പെട്ടവരെ നമുക്ക് പറ്റിപ്പോയി? നമ്മുടെ കച്ചവടങ്ങളും നമ്മുടെ ജോലി തിരക്കുകളും നമ്മുടെ പ്രാരാബ്ദങ്ങളും നമ്മളെ പിറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാ. പലപ്പോഴും സഹോദരിമാരൊക്കെ നാട്ടിലായാലും ഇവിടെ താമസിക്കുന്നവരായാലും നമ്മുടെ സകല ജോലി തിരക്കുകളും നമ്മുടെ എല്ലാ ഏർപ്പാടുകളും കഴിഞ്ഞിട്ടാ നമസ്കാരങ്ങളിൽ ശ്രദ്ധ പുലർത്താറുള്ളത്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിന് സമയം നിർണയിക്കപ്പെട്ടതാ. നമ്മുടെ സമയത്തിനല്ല നമ്മളത് ക്രമീകരിക്കേണ്ടത്. അതിന് റബ്ബൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നമസ്കരിക്കണം. അതിന് നമ്മുടെ കച്ചവടങ്ങളോ നമ്മുടെ മറ്റു പ്രതിബന്ധങ്ങളോ നമ്മുടെ കുടുംബമോ മക്കളോ അതിന് തടസ്സമായി മാറാൻ പാടില്ല. അത്തരത്തിലൊരു വിഭാഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ 24-ാമത്തെ അധ്യായം സൂറത്തു നൂറിലൂടെ 37-ാമത്തെ വചനത്തിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഇതാഇസ് സകാത്തി യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി. ഒരു വിഭാഗം ആളുകൾ എന്താ ഇവിടെ പ്രത്യേകത? കച്ചവടങ്ങളോ മറ്റു ഏർപ്പാടുകളോ ഒന്നും അള്ളാഹുവിനെ സ്മരിക്കുന്ന വിഷയത്തിൽ അവരെ പിറകോട്ട് വഹിക്കില്ല. അള്ളാഹു പറയുന്ന ഒരു വിഭാഗം, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ഈ മണ്ണിൽ, ഈ തൗഹീദിന്റെ മണ്ണിൽ എല്ലാ ജോലി സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം സ്വലയുടെ സമയമാകുമ്പോൾ അടച്ചിടുന്നു. എന്നിട്ട് പോലും പള്ളികളിൽ പോയി നമസ്കരിക്കാത്ത എത്ര ആളുകൾ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. ഓഫീസുകൾ ആ സമയത്ത് പൂർണ്ണമായും അവധി കൊടുക്കുന്നു. ളുഹറിന്റെയും അസറിന്റെയും സമയം. എത്ര ആളുകൾക്ക് അസർ ജമാഅത്തുകൾ കിട്ടാറുണ്ട്? മുനാഫിക്കുകൾക്ക് പ്രയാസമുള്ള 2 നമസ്കാരങ്ങൾ അഷ്റഫുൽ ഖൽക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിൽ ഒന്ന് സുബ്ഹിയും ഒന്ന് അസറുമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ അത് ഇശാ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ അസറുണ്ട്. നമ്മളിൽ എത്ര ആളുകൾക്ക് കൃത്യമായി അസർ ജമാഅത്തുകൾ കിട്ടാറുണ്ട്? പ്രിയപ്പെട്ടവരെ, എത്ര ആളുകൾക്ക് കൃത്യമായ സുബ്ഹി ജമാഅത്തുകൾ കിട്ടാറുണ്ട്? നമ്മൾ ആലോചിക്കണം. അള്ളാഹു പറയുകയാണ്, കച്ചവടങ്ങളോ പ്രതിബന്ധങ്ങളോ ജോലിയോ മറ്റൊന്നും അള്ളാഹുവിനെ സ്മരിക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന വിഷയത്തിൽ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവരെ പുറകോട്ട് വലിക്കാറില്ല. മാത്രമല്ല, അവർ പേടിക്കുന്നത് എന്തിനെ അറിയോ? അവര് നമസ്കാരം നിലനിർത്തുന്നവരാ. അവര് സകാത്ത് കൊടുക്കുന്നവരാ. മാത്രമല്ല, അവരെ കുറിച്ച് അല്ലാഹു പഠിപ്പിക്കുന്നു, യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ. അവർ പേടിക്കുന്നത് അടിമകളെയല്ല, അവർ വേറെ ആരെയല്ല പേടിക്കണം. അവർ പേടിക്കണ ആരെ അറിയോ? ഒരു ദിവസത്തെയാണ് അവർ പേടിക്കുന്നത്. യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ. കണ്ണുകളും കാഴ്ചകളും കലങ്ങിമറിയുന്ന ഒരു ദിവസം. ആ ദിവസത്തെയാണ് അവർ പേടിക്കുന്നത്. ആ ദിവസത്തെ പേടിച്ചുകൊണ്ട് അവർ നമസ്കരിക്കുന്നത്. ആ ദിവസത്തെ പേടിച്ചുകൊണ്ട് ദിക്റുള്ളയിൽ അവർ മുഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ ദിവസത്തെ പേടിച്ചുകൊണ്ട് അവര് സകാത്ത് കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ എപ്പോഴെങ്കിലും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, യൗമുൽ ഖിയാമയെ പേടിച്ചുകൊണ്ട്, ഒരു ചാൻ തലക്ക് മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന പരലോകത്തെ വിചാരണ ദിവസത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങളിൽ കൃത്യനിഷ്ഠത പുലർത്താൻ എപ്പോഴെങ്കിലും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം തമാശയാ. എല്ലാം ആ രൂപത്തിൽ തള്ളിക്കളയുന്നവരാ നമ്മൾ പലപ്പോഴും. പക്ഷേ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അസിഫത്തിൽ ആസിഫ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ വതൽഹഖൂന വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ ഭയാനകമായ ആ സത്യം കടന്നു വരിക തന്നെ ചെയ്യും. പരലോകത്തെക്കുറിച്ച് അല്ലാഹു പഠിപ്പിക്കുക, അസിഫത്തിൽ ആസിഫ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. അന്ന് അല്ലാഹുവിൻ്റെ സഹായമല്ലാതെ, അല്ലാഹുവിൻ്റെ കൈകളല്ലാതെ വേറെ ഒന്നും ഉണ്ടാകൂല. അങ്ങനെ പറയുന്ന ആ ഒരു ദിവസം ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ട് അല്ലാഹു പറയുന്നു, ഇതിലൊന്നും നിങ്ങൾക്ക് യാതൊരു അത്ഭുതമില്ല. വലാ തബ്കൂൻ, നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാ, എന്തുകൊണ്ട് നിങ്ങൾ കരയുന്നില്ല? വഅൻതും സാമിദൂൻ, നിങ്ങൾ വല്ലാത്തൊരു അശ്രദ്ധയിലാണെന്ന് നമ്മളെക്കുറിച്ച് അല്ലാഹു പറയുന്ന ഭാഗം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസിനികളെ നമ്മൾ ആലോചിച്ചു നോക്കണം. നാളെ എന്ന സ്വപ്നങ്ങളുമായി വിമാനങ്ങളേറി ഈ പ്രവാസ ജീവിതം നയിക്കുന്ന നമ്മൾ നാടുകളിൽ സ്ഥലങ്ങൾ വാങ്ങിയിടാറുണ്ട്, ബിൽഡിങ്ങുകൾ കെട്ടിപ്പടുക്കാറുണ്ട്. 4000, 8000, 5000 വരുന്ന സ്ക്വയർ ഫീറ്റുകളുള്ള മണിമന്ദിരങ്ങൾ നമ്മൾ പണിതുയർത്താറുണ്ട്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അത്തരത്തിലുള്ള സംരംഭങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. നമ്മൾ മരിച്ചാലും, ഞാൻ മരിച്ചാലും എൻ്റെ കുടുംബം സന്തോഷമായി കഴിയണം, എൻ്റെ മക്കൾ ഒരാളുടെ മുമ്പിലും യാചിക്കാതെ ഭിക്ഷ വെക്കാതെ കഴിയണമെന്ന ആഗ്രഹമാ പലപ്പോഴും നമ്മളൊക്കെ പങ്കുവെക്കാറുള്ളത്. അതാണ് നമ്മൾ സ്വപ്നം കാണുന്ന നാളെ എങ്കിൽ, അതല്ലാത്തൊരു നാളെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ട്. ആ നാളേക്ക് വേണ്ടി ഒരുങ്ങാൻ കഴിയണം. അതാണ് യഥാർത്ഥത്തിലുള്ള നാളെ. ആ നാളേക്ക് വേണ്ടി ഒരുങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയണം. ആ നാളേക്ക് വേണ്ടി ഒരുങ്ങണമെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മൾ നെഞ്ചോട് ചേർക്കണം. വിശുദ്ധ ഖുർആൻ നമ്മൾ കൈകളിൽ പിടിക്കണം. അത് നമ്മൾ പാരായണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചില്ലേ, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാന ഭൂമികളാക്കരുത്, ഖബറിടങ്ങളാക്കരുത് നിങ്ങളുടെ വീട്. എന്തേ? ഖുർആൻ പാരായണം ചെയ്യണം. നമ്മുടെ വീടുകളിൽ നിന്ന് ഇന്ന് അന്യം നിന്ന് പോയ ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണങ്ങൾ. പാരായണം ചെയ്യാറുണ്ട് വർഷത്തിലൊരു മാസം മാത്രം. റമദാൻ ആകുമ്പോൾ സകല ഖുർആനും പൊടി തട്ടിയെടുത്ത് എല്ലാവരും ഒന്ന്, അറിയുന്നവരും അറിയാത്തവരും എല്ലാം ഒന്ന് ഓതി നോക്കും. റമദാൻ കഴിഞ്ഞാൽ അതെല്ലാം അതുപോലെ അടക്കി വെക്കുന്ന, അതുപോലെ എടുത്തു വെക്കുന്ന ഒരു പ്രവണത ഇന്ന് മുസ്ലിം സമൂഹത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. പലർക്കും പറയാനുള്ളത്, എനിക്കറിയില്ല, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഞാൻ ഖുർആൻ പഠിച്ചിട്ടില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ പ്രവാസ ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടായിട്ടും ഇനിയും നമ്മൾ അക്കാര്യത്തിൽ പുറകോട്ട് പോയാൽ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട ജബ്ബാർക്ക് അവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഖുർആൻ ലേണിംഗ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ലേൺ ദ ഖുർആൻ ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. പല സഹോദരന്മാരും അതിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ എത്ര ആളുകൾ കൃത്യമായ ആത്മാർത്ഥതയോടുകൂടി എനിക്ക് ഖുർആൻ പഠിക്കണം, എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് ഖുർആൻ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഞാനതിൽ പിറകോട്ടു പോയാൽ എൻ്റെ ഖബർ ജീവിതവും എൻ്റെ പരലോകവും എനിക്ക് നഷ്ടമാകുമെന്ന ആത്മാർത്ഥതയോടുകൂടി തൻ്റെ ജോലി തിരക്കുകൾക്കിടയിലും തൻ്റെ പ്രാരാബ്ദങ്ങൾക്കിടയിലും തൻ്റെ നെട്ടോട്ടങ്ങൾക്കിടയിലും വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഇനിയും നമ്മൾ സമയം കണ്ടെടുത്തിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇനിയും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ആലോചിച്ചു നോക്കണം. ഇത് നമ്മുടെ നാടല്ല. ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ പോലും നമ്മുടെ ഇഖാമ കയ്യിൽ വെച്ച് മാത്രം പുറത്തിറങ്ങാൻ കഴിയുന്ന ഈ മണ്ണിൽ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ നാടല്ലാതിട്ട് പോലും ഇത്ര വിശാലമായ സൗകര്യവും സംവിധാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, നമ്മളറിയാത്ത പലരുടെയും സഹായങ്ങളും സഹകരണങ്ങളും നൽകി ഇത്തരത്തിലുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒഴിവ് സമയങ്ങളും നമ്മുടെ അത്തരത്തിലുള്ള സന്ദർഭങ്ങളും ഇനി വിശുദ്ധ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ദീനിന്റെ അറിവും പഠിക്കുന്ന ഭാഗത്തിൽ നിന്ന് ഇനിയും നമ്മൾ പുറകോട്ടു പോയാൽ നമ്മൾ മറുപടി പറയേണ്ടി വരും.
അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചില്ലേ, ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. നമ്മുടെ ഒഴിവ് സമയങ്ങളെയും നമ്മുടെ ആരോഗ്യത്തെയും ഇനിയും ആ നിലക്ക് ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും പ്രിയപ്പെട്ടവരെ. നമുക്ക് പലരുടെയും കുടുംബങ്ങൾ ഇവിടെയുണ്ട്, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ ഇവിടെയുണ്ട്. പലരുടെയും കുടുംബങ്ങൾ നാട്ടിലാണ്. നമ്മൾ നാളേക്ക് വേണ്ടി സ്വയം ഒരുങ്ങുന്നതോടൊപ്പം നമ്മളെ കുടുംബത്തെ കൂടി ആ ഒരുക്കത്തിൻ്റെ കൂടെ കൂട്ടേണ്ടതുണ്ട്. അതും നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഇലാലുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, സ്വന്തം ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭയാനകമായ നരകത്തെ തൊട്ട് കാത്തുരക്ഷിച്ച കേട്ടോ. എന്താ നരകത്തിന്റെ പ്രത്യേകത? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. അവിടെ കത്തിക്കപ്പെടുന്നത്, ആ നരകത്തിൽ ഇന്ധനമായി ഉപയോഗിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാ. അതുകൊണ്ട് തന്നെ നിന്റെ മക്കളെയും നിന്റെ കുടുംബത്തെയും നിന്റെ സ്വന്തം ശരീരത്തെയും ആ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്ന സാഹചര്യം ഉണ്ടാക്കല്ലേ മനുഷ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ആവശ്യപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാളെ എന്ന പരലോകത്തിന് വേണ്ടി വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുന്നതോടൊപ്പം, ജമാഅത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നതോടൊപ്പം, ഖുർആൻ ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുന്നതോടൊപ്പം, നമ്മൾ പണമയച്ചു കൊടുക്കുന്ന, നമ്മൾ ചെലവഴിച്ചു കൂട്ടുന്ന, നമ്മൾ കൂടെ പിടിക്കുന്ന നമ്മളെ മക്കളെയും നമ്മളെ കുടുംബത്തെയും ഇനിയും ഒപ്പം കൂട്ടിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെ വലിയ നഷ്ടക്കാരായി നമ്മൾ മാറും. ആലോചിക്കണം നമ്മൾ. അല്ലാഹു പറയുകയാണ്, മാ സലകകും ഫീ സഖർ. നരകമെന്തെന്ന് നിങ്ങൾക്കറിയോ? നരകത്തിൽ ആളുകളെ കൊടുന്നിടും. നരകം ചോദിക്കും, ഇനിയുണ്ടോ? ഹൽ മിൻ മസീദ്. അല്ലാഹുവേ, എനിക്ക് ഇനി എന്തെങ്കിലും തരാൻ ബാക്കിയുണ്ടോ? നരകം ചോദിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്, 70,000 മലക്കുകൾ 70,000 കുളത്തുകളിൽ വലിച്ചുകൊണ്ടുവരുന്ന ഭയാനകമായ നരകം. കല്ലുകളും മനുഷ്യനും ഇന്ധനങ്ങളായി കത്തിക്കപ്പെടുന്ന ആ നരകം ഒരിക്കലും കഴിയില്ല നമ്മളെ കൊണ്ട്. സ്റ്റൗ കത്തിക്കുമ്പോൾ അതിൽ നിന്നൊരൽപ്പം പാളിയാൽ, ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ, ഒരു തീപ്പട്ടിയുടെ കൊള്ളി കത്തിക്കുമ്പോൾ, വസ്ത്രം അയൺ ചെയ്യുമ്പോൾ അതിൻ്റെ ചൂടൊന്ന് മേലേക്ക് തട്ടിയാൽ ഹൗ എന്ന് പറഞ്ഞ് പിറകോട്ട് മാറുന്ന നമ്മൾ, പ്രിയപ്പെട്ടവരെ, കഴിയില്ല നമ്മളെ കൊണ്ട്. അതുകൊണ്ട് നമ്മൾ പരലോകത്തിൻ്റെ വഴിയിൽ, നാളെയുടെ വഴിയിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മളെ കുടുംബത്തെ കൂടി നമ്മൾ അതിലേക്ക് കൂട്ടണം. എവിടെയും നമുക്കുള്ള മാതൃക ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ. ആ പ്രവാചകന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? അഹ്യാ ലൈലഹു വഅയ്ഖല അഹ്ലഹു. പ്രവാചകൻ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കും, ഒറ്റക്കല്ല. വഅയ്ഖല അഹ്ലഹു. ആ പ്രവാചകൻ തൻ്റെ കുടുംബത്തെ കൂടി കൂടെ കൂട്ടും. എണീക്ക്, നിസ്കരിക്ക്. നമുക്ക് കഴിയാറുണ്ടോ പ്രിയപ്പെട്ടവരെ? പ്രവാചകന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി ഇബ്നു അബീ ത്വാലിബും കിടക്കുന്ന മുറിയിലേക്ക്, അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും, യാ ആയിഷ അസ്സലൈത്, നിങ്ങൾ നിസ്കരിച്ചോ? അതായിരുന്നു പ്രവാചകൻ. ആ പ്രവാചകന്റെ മാതൃകയാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടത്. നമ്മൾ മരണപ്പെട്ടു പോയാലും ഈ സമ്പാദ്യങ്ങൾ ഒന്നും നമ്മുടെ കൂടെ ഇല്ലല്ലോ. നമ്മളുണ്ടാക്കിയ എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ വീടായാലും, എത്ര വില കൂടിയ പെയിന്റ് അടിച്ചാലും, എത്ര വില കൂടിയ ടൈലുകൾ പാകിയാലും, എത്ര വില കൂടിയ എത്ര കോടിക്കണക്കിന്, എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ ഇന്റീരിയർ ഡെക്കറേഷനുകൾ നമ്മൾ ചെയ്താലും ഒന്നും നമ്മൾ കൂടെ കൊണ്ടുപോകുന്നില്ല. നമുക്ക് ബാക്കിയാകുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളാണ്, നമ്മളെ സ്വാലിഹായ പ്രവർത്തനങ്ങൾ, നമ്മുടെ അമലുകൾ മാത്രമല്ല, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമ്മുടെ മക്കളാ. പിന്നെ നമുക്കുള്ള സമ്പാദ്യം നമ്മുടെ മക്കളാ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ ഖബറിനരികിൽ വന്നുകൊണ്ട് നമുക്ക് വേണ്ടി അല്ലാഹുവേ എൻ്റെ ഉപ്പക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾ. മാത്രമല്ല
ഏത് സമയവും നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്ന മരണം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഇഹലോകത്ത് വെച്ചുകൊണ്ട് അവസാനമായി നമുക്ക് ചെയ്തു തരാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം നമുക്ക് വേണ്ടിയുള്ള മയ്യത്ത് നമസ്കാരം. ആ മയ്യത്ത് നമസ്കാരത്തിന് നമ്മുടെ മക്കൾ നമുക്ക് നേതൃത്വം നൽകണം. നമ്മുടെ ഭാര്യ നമ്മുടെ ജനാസയുടെ മുമ്പിൽ നിന്ന് നേതൃത്വം വഹിക്കുന്ന നിസ്കരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആഗ്രഹമാകണം അല്ലാഹുമ്മ ഫുല്ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു എന്ന് തുടങ്ങുന്ന മക്കളെ ആ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന നമ്മൾ പഠിക്കുന്നതോടൊപ്പം നമ്മുടെ മക്കളെയും നമ്മളെ കുടുംബത്തെയും നമ്മൾ പഠിപ്പിക്കണം. അതേ നമുക്ക് ബാക്കി ഉണ്ടാവുകയുള്ളൂ. അതാണ് നാളെ പരലോകത്തേക്കുള്ള നമ്മുടെ സമ്പാദ്യം. ആ പരലോകത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത് പ്രിയപ്പെട്ടവരെ. അതിനുള്ള ഒരു പ്രാഥമികമായ സൗകര്യങ്ങളാണ് നമ്മുടെ മദ്രസയിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഈ നാട്ടിൽ വിദേശത്ത് വന്ന് നമ്മൾ താമസിക്കുമ്പോൾ, കുടുംബത്തോടൊപ്പം താമസിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മുടെ മതപഠനം അന്യം നിന്നു പോകാൻ പാടില്ല എന്ന നിലക്ക് ആത്മാർത്ഥതയോടുകൂടി ഒരു കൂട്ടം, ഒരു സംഘം നമ്മളെല്ലാം കൂടി സംഘടിപ്പിക്കുന്ന സമ്പ്രദായമാണ് നമ്മുടെ മദ്രസ. പക്ഷേ നമ്മളിൽ എത്ര രക്ഷിതാക്കൾ അതിനെ വേണ്ട രൂപത്തിൽ വേണ്ട ഗൗരവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാറുണ്ട്, അതിൻ്റെ ഭാഗവാക്കാകാറുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ. നാട്ടിലായാലും ഗൾഫിലായാലും മദ്രസിന് 2ാം സ്ഥാനമേ ഉള്ളൂ, സ്കൂളാ 1ാമത്. പ്രിയപ്പെട്ടവരെ, ഇനിയും അത്തരത്തിലൊരു നിലപാടുകളുമായി നമ്മൾ തൗഹീദുള്ള നമ്മളിനിയും അങ്ങനെ മുന്നോട്ട് പോയാൽ കൂലിക്കാളെ നിർത്തേണ്ടി വരും. മയ്യത്ത് നിസ്കരിക്കാൻ നമ്മുടെ നാട്ടിലെ പുരോഹിത നേതൃത്വം നൽകുന്ന അത്തരത്തിലെ ആളുകൾ ചെയ്യുന്നത് പോലെ നമ്മുടെ മക്കളും കൂലിക്ക് നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ ആളെ നിർത്തേണ്ടി വരും. അത്തരത്തിലവസ്ഥ ഒരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയുന്നതിൻ്റെയും അപ്പുറത്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതുപോലെ യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നമ്മുടെ മക്കളും നമ്മുടെ സ്വത്തും നമ്മുടെ സന്താനങ്ങളും കുടുംബം എന്ന പേരിൽ ഒരിക്കലും അത് നിങ്ങളെ റബ്ബിൻ്റെ ദിക്റിനെ തൊട്ട് പുറകോട്ട് വലിക്കരുത്. ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. ഇനി നമ്മൾ വലിയ പ്രതീക്ഷയിലാണ് നമ്മുടെ മക്കളെ വളർത്തുക. അവർ ചോദിക്കുന്നതെല്ലാം നമ്മൾ കൊടുക്കും, എല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കും. ഇന്ന് ടാബ്ലറ്റുകളും ആധുനിക സംവിധാനങ്ങളും ഇല്ലാത്ത ആധുനിക സംവിധാനങ്ങളുള്ള മൊബൈലുകളും ഇല്ലാത്ത കുട്ടികളില്ല. നമ്മളൊക്കെ ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് എല്ലാവിധ കഴിവുകളും കുട്ടികൾക്കുണ്ട്. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കും. അവർ പറയുന്ന വസ്ത്രം നമ്മൾ വാങ്ങിക്കൊടുക്കും. എല്ലാം അവിടെ ഇച്ചക്കനുസരിച്ച്. ഈ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളാണെങ്കിൽ അതും അങ്ങനെ തന്നെയാണ്. ഈ അടുത്ത് എൻ്റെ നാട്ടിൽ ഒരു സംഭവം ഉണ്ടായി. അവിടെയുള്ള തിരൂരങ്ങാടി RTO ഒരു ദിവസം റോട്ടിലേക്ക് ഇറങ്ങി കൈ കാണിച്ചപ്പോൾ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ കിട്ടി. തൊട്ടടുത്ത ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥി കൈ കാണിച്ചു, വണ്ടി നിർത്തി, ഇറങ്ങി. എവിടെ ലൈസൻസ് ചോദിച്ചു, ലൈസൻസ് ഇല്ല. എന്നാൽ ഫൈന് കെട്ടണം 5000 രൂപ. ആ മകൻ, ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുകാരൻ തൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് 5000 രൂപ കൊടുത്തു. RTO പറഞ്ഞു പറ്റൂല, വണ്ടിയുടെ ലൈസൻസ് ഉള്ള ആളുകൾ വന്നാൽ വണ്ടി വിട്ടുതരും. അങ്ങനെ വീട്ടിൽ നിന്ന് ഉമ്മയും അമ്മാവനും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. എവിടുന്നാ? ഉമ്മാട് ചോദിച്ചു, നിങ്ങൾ മോനെ പൈസ കൊടുക്കാറുണ്ടോ? ഏയ്, ഞാൻ വണ്ടിക്കുള്ള പൈസ അവന് കൊടുക്കാറുള്ളൂ, ബസ്സിന് മറ്റും പോകാനുള്ള പൈസയെ ഞാൻ കൊടുക്കാറുള്ളൂ. അവസാനം പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കുട്ടിയെ സ്വകാര്യമായി ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, ഉപ്പ ഗൾഫിൽ നിന്ന് അയക്കുന്ന പൈസ ഉപ്പയുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. ഉമ്മാക്ക് ATM ഒന്നും ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് ATM കാർഡ് ഉമ്മ എൻ്റെ അടുത്താണ് തരിക, ഞാനാണ് എല്ലാ മാസവും പൈസ എടുക്കുക. കണക്കുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ 1 വർഷത്തിനുള്ളിൽ 1.5 ലക്ഷത്തോളം രൂപയാണ് ഗൾഫിൻ്റെ മണ്ണിൽ ബാപ്പ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഈ മകൻ ദൂർത്തടിച്ച് കളഞ്ഞത് എന്ന സത്യം ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു RTO ഉദ്യോഗസ്ഥൻ പുറത്തുവിട്ടതാ. പ്രിയപ്പെട്ടവരെ, ഈ മക്കളാ നാളെ പരലോകത്ത് വരിക. എന്നിട്ട് അവർ പറയും, റബ്ബന അരിനല്ലദൈനി അളല്ലാന മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹു തഹ്ത അഖ്ദഹമിന ലിയകൂന മിനൽ അസ്ഫലീൻ. അല്ലാഹുവേ, ഞങ്ങളെ വഴിവഴപ്പിച്ചവരിൽ ഞങ്ങളുടെ ബാപ്പയുണ്ട്, ഞങ്ങളുടെ ഉമ്മയുണ്ട്, ഞങ്ങളുടെ കുടുംബക്കാരുണ്ട്, കൊണ്ടോ അവർ ഞങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊണ്ടോ, ഞങ്ങൾ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തട്ടെ അവരെ എന്ന് ഈ വളർത്തിയ മക്കളും ഈ വളർത്തിയ കുടുംബവും നമുക്കെതിരായി സാക്ഷി നിൽക്കുന്ന രംഗം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുങ്ങണം. നമ്മുടെ നാട്ടിൽ നല്ല ഒരു
മണിമാളിക പണിഞ്ഞുകൊണ്ടല്ല. വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത് പോലെ വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും ജന്നത്തിൻ അർളുഹസ് സമാവാതി വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും, റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും നന്മകളിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വാ. ഉഇദ്ദത് ജന്നത്തിൻ അർളുഹസ് സമാവാതി വൽ അർള്, ആകാശഭൂമിയെക്കാളും വിശാലമായി കിടക്കുന്ന ആ സ്വർഗം തയ്യാറാക്കി വച്ചിരിക്കുന്നത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ഭയഭക്തിയുള്ളവർക്ക് വേണ്ടിയാണ് അത് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിൻ്റെ വഴിയിൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ പ്രവാചകന്റെ അനുയായികളും ഏത് കാര്യത്തിലും നമുക്ക് മാതൃകയാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, കണ്ണു കാണാത്ത സഹാബിയാണ് അദ്ദേഹം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രവാചകനും സഹാബികളും യുദ്ധത്തിന് പോകുമ്പോൾ മദീനയുടെ കാര്യങ്ങൾ പ്രവാചകൻ ഏൽപ്പിച്ചിരുന്നത് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നീട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയായി ഭരണമേറ്റെടുത്ത കാലത്ത് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞു, ഉമറേ, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് ഷഹീദാകണം. പലരും പിന്തിരിപ്പിച്ചു, വേണ്ട ഉമ്മ മക്തൂം, നിങ്ങൾ കണ്ണ് കാണാത്തവനാ. അദ്ദേഹം പറഞ്ഞു, പറ്റൂല, എനിക്ക് പങ്കെടുക്കണം, വാശി പിടിച്ചു. അവസാനം സമ്മതം നൽകി. വീണ്ടും അദ്ദേഹത്തിന്റെ ആവശ്യം, എനിക്ക് നൽകേണ്ടത് ഇസ്ലാമിക ലോകത്തിന്റെ പതാകയാ. പതാക പിടിക്കുന്നവനാ യുദ്ധമുന്നണിയിൽ ഒന്നാമതുണ്ടാവുക. എനിക്ക് പതാക പിടിക്കണം. കാരണം പതാക പിടിച്ചാൽ പിന്നെ എനിക്കൊരടി പിറകോട്ട് പോകാൻ കഴിയില്ലല്ലോ, കാരണം എൻ്റെ പുറകിൽ ആളുകളുള്ളത്. അങ്ങനെ ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ആ യുദ്ധത്തിൽ ധീരമായി മുന്നോട്ട് പോയി മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഷഹീദായി എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാ അവർ ചെയ്തത്? അവരാഗ്രഹിച്ചത് ആ നാളെയാണ്, സ്വർഗമാണ് അവർ പ്രതീക്ഷിച്ചത്. സ്വർഗമായിരുന്നു അവരുടെ ആഗ്രഹമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ വഴിയിൽ മുന്നോട്ടു പോകാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട്. മഹാനായ അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു വികലാംഗനായ സഹാബിയായിരുന്നു. അദ്ദേഹത്തിനും ഇതുപോലെ വൈകല്യം പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സമ്മതിച്ചില്ല. അവസാനം അദ്ദേഹം മക്കളോട് കയർക്കുകയാണ്, എൻ്റെ സ്വർഗപ്രവേശനത്തിന് നിങ്ങൾ തടയിടുകയാണോ? ഇല്ല, ഇനിയും യുദ്ധത്തിൻ്റെ മുന്നണിയിൽ നിന്ന് പുറകോട്ട് നിൽക്കാൻ ഞാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ചട്ടുകാല് വെച്ചുകൊണ്ട് 1.5 കാലുമായി വികലാംഗനായ അബൂ ഉബൈദത്തുൽ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഷഹീദാവുകയും ചെയ്തുവെന്ന ചരിത്രം ഇസ്ലാമിക ലോകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, അവരാഗ്രഹിച്ചത്, അവർ പ്രതീക്ഷിച്ചത് സ്വർഗമായിരുന്നു. ആ നാളേക്ക് വേണ്ടിയാണ് അവരുടെ പ്രവർത്തനങ്ങളെ അവരൊരുക്കി കൂട്ടിയതെങ്കിൽ, അതിനു വേണ്ടിയായിരുന്നു അവരുടെ ജീവിതത്തെ അവർ ചിട്ടപ്പെടുത്തിയെങ്കിൽ, പ്രിയപ്പെട്ടവർ, മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുഅത്ത യുദ്ധത്തിൽ ഇസ്ലാമിക ലോകത്തിൽ സൈന്യത്തിന്റെ പതാക മാറി 3 നായകന്മാർ പിടിച്ചപ്പോൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കൈക്ക് വെട്ടേറ്റു. ഒരു മറ്റേ കൈയിൽ പതാക പിടിച്ചുകൊണ്ട് മുന്നേറി ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവസാനം വലത് കൈയിനും ഇടത് കൈയിനും വെട്ടേറ്റ് 2 കൈകളും അറ്റുപോണു. ബാക്കിയുള്ള ഈ ഭാഗം കൊണ്ട് അദ്ദേഹം ഇസ്ലാമിക ലോകത്തിന്റെ പതാക മുറുകെ പിടിച്ചുകൊണ്ട് വീണ്ടും യുദ്ധമുന്നണിയിൽ പോരാളിയായി ഷഹീദായി എന്ന് ഇസ്ലാമിക ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവരെല്ലാം ആഗ്രഹിച്ചത് പ്രീതിയായിരുന്നു, റബ്ബിൻ്റെ തൃപ്തിയായിരുന്നു. മാത്രമല്ല നാളെ എന്ന പരലോകമായിരുന്നു. നമ്മളും ഒരുങ്ങണം. ഇഹലോകത്തെ വിഭവങ്ങൾ ഒരുക്കുന്നതോടൊപ്പം അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി നാളെ എന്ന പരലോകത്തിന് വേണ്ടി, ഖബർ ജീവിതത്തിന് വേണ്ടി, സ്വർഗീയ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ, നല്ല നാളേക്ക് വേണ്ടി ഒരുങ്ങാൻ നമ്മളോരോരുത്തരും തയ്യാറാവുക. അതിൽ വരുന്ന പ്രതിബദ്ധങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സധൈര്യം മുന്നോട്ടു പോകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എല്ലാവിധ തൗഫീക്കുകളും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണം നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ തിരക്കുകൾക്കിടയിലും ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണത്തിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും
നിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ഇൽമുകൾ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം നാഥാ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണം നാഥാ. ഇനിയും ധാരാളക്കണക്കിന് ആളുകളിലേക്ക് തൗഹീദിൻ്റെ പ്രബോധന മേഖലകൾ എത്തിക്കാൻ, ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാൻ ഉള്ള എല്ലാവിധ തൗഫീഖുകളും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം നാഥാ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണം നാഥാ. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ നീക്കിത്തരണം നാഥാ. അല്ലാഹുവേ, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.